എൻ്റെ ഈ പുറകിൽ കാണുന്ന ആൾക്കാരുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ട അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ നിൽക്കുന്ന വട്ടികൾക്ക് എല്ലാവർക്കും റീൽസ് കണ്ടിട്ട് ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ തൊടുപുഴ വരെ എത്തിയേക്കാണ്. അങ്ങനെ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയില്ല അവിടെ ചിലപ്പോൾ വാട്ടർഫോൾസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മളിവിടെ എവിടെയോ വാട്ടർഫോൾസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ വണ്ടി എത്തു. കണ്ടോ, ടവലൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ് വാട്ടർഫോൾസിലേക്ക്. നമ്മൾ തൊടുപുഴ വരെ എത്തിയിരിക്കുകയാണ്. തൊടുപുഴ വരെയല്ല, സ്ഥലം ലൊക്കേഷനൊക്കെ ഞാനവിടെ ചെന്നിട്ട് പറയാം. ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത്. നടന്ന് ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് എത്തുമ്പോൾ അറിയിക്കാം. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിവാ ഓടിവാ ഓടിവാ. എന്താ അവിടെ വെള്ളം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഉണ്ടാവുമായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, നടക്കാമല്ലോ നമുക്ക് പിന്നെ ഒരു സൺഡേ എന്ത് വള്ളി പിടിക്കണം എന്ന് ആലോചിച്ചിരിക്കാം. നടക്കാം നമുക്ക്. നമ്മുടെ നാട്ടില് ചെറിയ ഇതാണ് ഇത്, വലിയ തൊട്ടാവടിയാണ്. നല്ല മുള്ളുണ്ട് കേട്ടോ. എല്ലാം തരിതരിയായിട്ടുള്ള മുള്ള ആക്ച്വലി ഇതിലുണ്ട്. വേറെന്താ പാടത്തെ ടച്ച് മീനോട് അതോട് പാടി അപ്പൊ നമുക്ക് നടക്കാം. ബാക്കി രണ്ടുപേരും വരുന്നുണ്ട്. എന്താകുമുണ്ട്. നമ്മൾ അങ്ങനെ നടക്കുകയാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വാട്ടർഫോൾസ് വല്ലതും ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ആ പോയ വണ്ടി ചേട്ടൻ പറഞ്ഞത് വാട്ടർഫോൾസ് ഉണ്ടെന്നാട്ടോ. അപ്പൊ നമുക്ക് പോവാം. ഇങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോ ഇങ്ങനെ ഒരു വഴി നമ്മൾ കണ്ടു. അത് കൊള്ളാം, നല്ലൊരു കനാല് പോലത്തെ വഴി. ഓക്കേ, വീണ്ടും കാറ് വരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു വാട്ടർഫോൾസിന്റെ ഒക്കെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ഡെസ്റ്റിനേഷൻ കണ്ടെത്തിയെന്ന് തോന്നുന്നു. വണ്ടി വരില്ല എന്ന ധാരണയിലാണ്. പക്ഷെ ഇവിടെ ആക്ച്വലി കാർ എടുക്കാം. ഒരു വണ്ടി വന്നാൽ നമ്മൾ റിട്ടേൺ അടിക്കേണ്ടി വരും. വാവ്. അപ്പൊ ഇതൊരു നമുക്കൊരു ഹിഡൻ സ്പോട്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ ആ വാട്ടർഫോൾസിന്റെ സ്പോട്ട് കണ്ടെത്തി. എങ്ങനെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഒരുപാടൊന്നും ഇറങ്ങാൻ പറ്റില്ല, കുട്ടികളുള്ളതുകൊണ്ട് റിസ്ക് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നുള്ളത് നോക്കാം. നല്ലൊരു തണുപ്പുണ്ട്. നമ്മൾ ആ സിറ്റിയിലുള്ള എറണാകുളത്തുള്ള ചൂടൊന്നും അല്ലാണ്ട് നല്ലൊരു കൂളിംഗ് ഫീൽ ഉണ്ട്. ഇങ്ങനെയുള്ള കുഴികൾ അറിയില്ല വെള്ളം കയറി കഴിഞ്ഞാൽ. ഇപ്പം ആക്ച്വലി മഴയൊക്കെ ഉണ്ടെങ്കിലും വെള്ളം കുറവാണെന്നാണ് ഇതടുത്തുള്ള ചേട്ടന്മാർ പറയുന്നത്. ആ ഒരു ഏരിയ കണ്ടോ, അവിടെ നമുക്ക് ഇങ്ങനെ സേഫായിട്ട് പയ്യെ നമുക്ക് ഇറങ്ങാം എന്ന് നോക്കാം. പിള്ളേർ വെള്ളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടാ.
ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറിട്ടോ. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. നമ്മൾ ഈ ഒരു ഹിഡൻ സ്പോട്ട് അന്വേഷിച്ച്, ഇത് ഹിഡൻ ആണോന്ന് അറിയില്ല, ആരും പറഞ്ഞു അറിയാണ്ടൊക്കെ വന്നൊരു വാട്ടർഫോൾസ് ആണ്. ഉദ്ദേശിച്ചത് വേറൊരു വാട്ടർഫോൾസ് ആണേലും അത്യാവശ്യം നമ്മളിവിടെ വന്നു, എൻജോയ് ചെയ്തു, ഹാപ്പി ആയിട്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വഴി, മലങ്കര ആൽപ്പാറ ശ്രീപാർവതി ക്ഷേത്രം. അടുത്തായിട്ട് നമുക്ക് റബ്ബർ ഫാക്ടറി. കയറിയപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവാഞ്ഞുകൊണ്ട് നമ്മൾ ഫോട്ടോസ് എടുത്തില്ല.